ഹൈക്കോർട്ടിൽ റിട്ട് കൊടുക്കണം. സാറ് തന്നെ നേരിട്ട് കേസ് ഫയൽ ചെയ്യുന്നതാണ് നല്ലത്. പൊതു താല്പര്യ ഹർജി ഒന്നും കൊടുത്തിട്ട് ഒരു കാര്യമില്ല. 100-1 അതങ്ങ് ഒതുങ്ങിപ്പോവും. ഒരുപാട് വലിയ ആൾക്കാർ അപ്പുറത്ത് നിൽക്കുന്ന കേസ്. അല്പ ടഫായിരിക്കും കാര്യങ്ങൾ. സാറപ്പോ ഈ കേസ് എടുക്കല്ലേ? അതെ. ഇനി സത്യം പറയാം, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ 4 വക്കീലന്മാരെ കണ്ടു. എല്ലാവരും കഥ മുഴുവൻ കേട്ടു, സഹതപിച്ചു. പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നവരിൽ ഒരാൾ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രസിഡന്റാണെന്നറിഞ്ഞപ്പോൾ ഓരോരോ കാരണം പറഞ്ഞ് അവരെല്ലാം ഒഴിഞ്ഞു. KT ചന്ദ്രശേഖരനെ വെറുപ്പിക്കാൻ അവർക്ക് മടി, അല്ലെങ്കിൽ പേടി. ഐ വിൽ മൂവ് ദ ഹൈക്കോർട്ട് നാളെ തന്നെ. ഈ കേസ് വളരെ വളരെ ഗൗരവമേറിയതാണ്. ഈ ബെഞ്ചിന് മുന്നിൽ വന്നിട്ടുള്ള മറ്റ് സമാന കേസുകളെക്കാൾ ഡിസ്റ്റർബിംഗ് ആണ് ഈ കേസ്. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസുമായി ബന്ധപ്പെട്ട റെസ്പോണ്ടൻസിനെയും മെറ്റീരിയൽ വിറ്റ്നസസിനെയും ക്രോസ് എക്സാമിനേഷൻ ചെയ്യാനായി കോടതിയിലേക്ക് വിളിച്ചു വരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരില്ല. എന്തുകൊണ്ട് വരില്ല? ബിക്കോസ് ഇറ്റ് നീഡ്സ് എവിഡൻസ് ടു ബി ടേക്കൺ. യുവർ ലോർഡ്ഷിപ്പ്, ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ തന്നെ വരും. മനുഷ്യാവകാശ ലംഘനത്തിന് ചില കേസസ് ചരിത്രത്തിലുണ്ട്. ഈ കേരളത്തിൽ തന്നെയുണ്ട്. രാജൻ കേസ്, TB ഈശ്വരവാര്യർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. The High Court has power to take evidence even in a writ petition. ഗവൺമെന്റ് ലീഡർ, ഞങ്ങളെ കൊണ്ടാവുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു എന്ന് ഏറ്റവും ഈസിയായ, ഏറ്റവും ലേസിയായ എക്സ്ക്യൂസസ് ആണ് അഫിഡവിറ്റിൽ ഇവരെല്ലാം പറഞ്ഞിട്ടുള്ളത്. Did you go through that? Yes, your lordship. The court summons the Chief Secretary, Kerala State, District Collector, Ernakulam, and City Police Commissioner, Ernakulam, to appear before this court on 22nd September. Government leader, ഇവരെല്ലാവരും കോടതിയിൽ ഹാജരാവണം. Yes, your lordship. Issue notice to all these respondents through special messenger. യുവർ ലോർഡ്ഷിപ്പ്, ആ ദിവസം സംഭവ സ്ഥലത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K. ഉണ്ണികൃഷ്ണനെയും ക്രോസ് ചെയ്യാൻ കോർട്ടിൽ സമൺ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഗവൺമെന്റ് ലീഡർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ K. ഉണ്ണികൃഷ്ണനും സമൻസ് ഇഷ്യൂ ചെയ്യണം ആസ് എ മെറ്റീരിയൽ വിറ്റ്നസ്. Yes, your lordship. If you feel it is necessary, അന്ന് ആര്യയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെയും മെറ്റീരിയൽ വിറ്റ്നസ്സായി സമൻ ചെയ്യാം. The court also summons Mr. KT Chandrasekhar, State President, People's Movement of Kerala, to appear before this court on September 22nd. യുവർ ലോർഡ്ഷിപ്പ്, ഐ റെപ്രസെന്റ് മിസ്റ്റർ KT ചന്ദ്രശേഖർ. ശ്രീ ചന്ദ്രശേഖർ നൽകിയ സത്യവാങ്മൂലവും അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഞാൻ വായിച്ചു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നേരിട്ട് ഹാജരാവണമെന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. എന്താ, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സംസാരിക്കാനോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ ഹാജരാകാനും ബുദ്ധിമുട്ടുണ്ടാകരുത്. യെസ്, യുവർ ലോർഡ്ഷിപ്പ്. നെക്സ്റ്റ് കേസ്. ഹൈക്കോർട്ട് കേസ് തുടങ്ങി. ബന്ധപ്പെട്ടവരെല്ലാം നേരിട്ട് ഹാജരാകാൻ ജസ്റ്റിസ് വിശ്വാസ് ഉത്തരവിട്ടപ്പോൾ ഞങ്ങളുടെ ആത്മവിശ്വാസം കൂടി. ഇതിനിടയ്ക്കാണ് സിദ്ധാർത്ഥ് സാറിന് അസുഖം വരുന്നത്. പക്ഷെ അദ്ദേഹം പിന്മാറിയില്ല. ഒരു ഘട്ടം എത്തിയപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയപ്പോൾ ഞാനും പറഞ്ഞു ഇനി ചികിത്സയെ ശ്രദ്ധിക്കാൻ. അദ്ദേഹം കേട്ടില്ല. മജ്ജ മാറ്റിവെക്കുക എന്നുള്ളത് മാത്രമേ ഇനി ചെയ്യാനുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തകർന്നത് സിദ്ധാർത്ഥ് എന്ന മനുഷ്യനല്ല, സിദ്ധാർത്ഥ് എന്ന അഡ്വക്കേറ്റാണ്. അജയിനോട് ഇതേക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹത്തോട് പറഞ്ഞത് ഡോക്ടറാണ്. അതിന് അദ്ദേഹം തയ്യാറായത് ജീവിച്ചിരിക്കാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ടല്ല, ഈ കേസ് ജയിക്കാൻ വേണ്ടിയാണ്. ജയിക്കാൻ വേണ്ടി മാത്രം. ആർക്കെങ്കിലും ശിക്ഷ വാങ്ങിക്കൊടുക്കാനോ എനിക്ക് നഷ്ടപരിഹാരം കിട്ടാനോ അല്ല ഞങ്ങൾ ഈ കേസ് നടത്തുന്നത്. മറ്റൊരു ജീവൻ ഇനി ഇങ്ങനെ തെരുവിൽ പൊലിയാതിരിക്കാനാ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ജീവിച്ചു തീർക്കാൻ ഇനിയൊരു ദിവസങ്ങളുണ്ടല്ലോ ദൈവമേ എന്ന വിചാരമാണ് ഞങ്ങൾക്ക്. ആര്യ പോയത് പിന്നെ നമ്മൾ ചിലരെ പറ്റി പറയാറില്ലേ മരിച്ചുപോയിന്ന്.
ആര്യയെപ്പറ്റി അങ്ങനെ പറയാൻ ഇപ്പോഴും ഞങ്ങൾക്ക് പറ്റുന്നില്ല. മരിച്ചുപോയി എന്നുള്ള വാക്ക് അവളുമായി ചേരുന്നില്ല. നാളെ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിയറിംഗ് ആണ്. അതിനു മുമ്പ് അജയ് ഇക്കാര്യങ്ങളൊക്കെ അറിയണം എന്നെനിക്ക് തോന്നി. ആ ആ ശരി, ഞാൻ ഇറങ്ങുക. ഓക്കെ. ആ I will drop you.